നോ ഔട്ട്ലെറ്റ്സ്. കർത്താവ് ഈശോ മിശിഹ തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഉപയോഗിച്ച് സുവിശേഷ വേല ചെയ്യുന്നില്ല, ദൈവരാജ്യം പ്രചരിപ്പിക്കുന്നില്ല. അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയുടെയും അഥവാ മാമോദിസായിൽ നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരത്തിന്റെ അഭിഷേകം, ആ കൃപാവരത്തിന്റെ പ്രത്യേകത യേശുക്രിസ്തുവിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ദൗത്യം നമ്മളിലൂടെ നടപ്പാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നത്. എന്തിനാ സുവിശേഷ വേല ചെയ്യുന്നത്? യേശുവിൻ്റെ ശാഖയാണ് നമ്മൾ, യേശുവിൻ്റെ ആത്മാവാണ് നമ്മൾ, യേശുവിൻ്റെ അഭിഷേകമാണ് നമ്മളിൽ നൽകിയിരിക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിന് എന്തെല്ലാം അഭിഷേകമുണ്ട്? പ്രവാചക അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം, രാജകീയ അഭിഷേകം. ഈ അഭിഷേകം നമ്മളിൽ നൽകിയിരിക്കുന്നത് നമ്മൾ യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയാണ്. ഇപ്പൊ മാമോദിസായിലൂടെയും അല്ലാതെയും എല്ലാവരും യേശുവിൻ്റെ ദൗത്യത്തിൽ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഇപ്പൊ മാമോദിസ സ്വീകരിച്ചവർ അത് ചെയ്യുന്നില്ലെങ്കിൽ യേശു നേരിട്ട് വന്നത് ചെയ്യും. മാലാഖമാരെ അയച്ച് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവരെ അയച്ച് ചെയ്യും. സഭ മുഴുവനും നവീകരിക്കുകയും ഇന്ന് നിലവിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും പുതിയ തോൽക്കുടമാകുകയും പുതുവീഞ്ഞ് നിറയുകയും അത് പകരുന്ന ദൗത്യവാഹകരാകുകയും ചെയ്യുമ്പോഴാണ് ദൈവരാജ്യം സംസ്ഥാപിതമാകുകയുള്ളൂ. നമ്മളെല്ലാവരും ഗലീലി തടാകം പോലെ ആകും. അപ്പോ ഒന്ന് പരിശുദ്ധാത്മാവ്, ഇപ്പോ ആ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടു, ഒരുപാട് മേഖലകളുടെ വിശുദ്ധീകരണം ആവശ്യമായിരുന്നു, എന്നിട്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന പ്രവൃത്തി ആദ്യം പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. നമ്മൾ എത്ര വലിയ പാപത്തിലായാലും പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവസ്വരം കേൾക്കാൻ സാധിക്കും. അവർ ദൈവസ്വരം കേട്ടുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ദൈവം പറയുകയാണ്, നീ ഇന്ന ധ്യാനത്തിന് പോകണം. ഈശോ സംസാരിക്കുകയാണ്, നീ ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യുക. കഴിഞ്ഞ 9 ദിവസം ധ്യാനം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയില്ല, എന്നിട്ട് വീണ്ടും ഈ 5 ദിവസത്തെ ധ്യാനത്തിന് വരുമ്പം ഭർത്താവ് എന്താ സമ്മതിക്കുമത്? സാധാരണഗതിയിൽ ഇല്ല. പക്ഷേ അസാധാരണഗതി എന്ന് പറഞ്ഞാൽ കർത്താവിന് ആവശ്യമുള്ളത് കൊണ്ട് അത് കർത്താവ് സമ്മതിപ്പിക്കും, കർത്താവ് നടത്തിക്കും. നമുക്കിനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വരദാനങ്ങളിലെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഇടവേളയിൽ ഒട്ടും സംസാരിക്കാതെ ഈ സമയത്ത് അല്പം കൂടി ആ വിശുദ്ധീകരണത്തിന് വേണ്ടി ദാഹിക്കുക. കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ നടക്കും എന്ന് പൂർണ്ണമായിട്ടങ്ങ് വിശ്വസിക്കുക. നമ്മളിൽ എന്തെല്ലാം തിന്മയുണ്ടായാലും അതെല്ലാം കഴുകി മാറ്റുന്ന പരിശുദ്ധാത്മാവ്, ആ തിന്മകളും ആ അശുദ്ധിയും എല്ലാം വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളിലുള്ളത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു തടസ്സമാക്കുകയല്ല, മറിച്ച് വിശുദ്ധീകരിച്ച് നമ്മളെ നേർവഴി കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ വരദാനങ്ങളെയും ഉണർത്തണമേ. ഞാൻ പ്രത്യാശിക്കുന്നു എല്ലാ വരദാനങ്ങളും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ അഭിഷേകമാക്കണമേ. പ്രൈസ് ദി ലോർഡ്. 15 മിനിറ്റ് ബ്രേക്ക്. ഇപ്പോൾ ചായ ഉണ്ടോ? ഇപ്പോൾ എന്നാ വേഗം ചായ കുടിച്ചിട്ട് വരിക. താങ്ക് യു.